അന്ത്യാഞ്ജലിയേകി കേരളം. കുവൈറ്റ് ദുരന്തത്തിൽ ചേതനയേറ്റവർക്ക് ജന്മനാടിന്റെ ബാഷ്പാഞ്ജലി. കണ്ണീരോടെ കേരളം ഏറ്റുവാങ്ങിയത് 23 മൃതദേഹങ്ങൾ. നെടുമ്പാശ്ശേരിയിലെത്തിയത് വ്യോമസേനയുടെ പ്രത്യേക വിമാനത്തിൽ. പ്രിയപ്പെട്ടവർക്ക് അന്തിമോപചാരം അർപ്പിച്ച് കേന്ദ്രമന്ത്രിമാരും സംസ്ഥാന മന്ത്രിസഭയും ജനപ്രതിനിധികളും. നെഞ്ചകം തകർന്ന് ഉറ്റവർ. 7 പേരുടെ സംസ്കാരം പൂർത്തിയായി. കുവൈത്തിലെ തീപിടുത്ത ദുരന്തത്തിൽ ആലപ്പുഴയിൽ മരിച്ചത് ഒരു കുടുംബത്തിലെ 2 പേർ. പാണ്ടനാട് സ്വദേശികളായ തോമസ് വി ഉമ്മന്റെ സംസ്കാരം ഞായറാഴ്ച, മാത്യു തോമസിന്റെ സംസ്കാരം തിങ്കളാഴ്ച. കുവൈറ്റ് ദുരന്തത്തിൽ മരിച്ച കോട്ടയം സ്വദേശികളുടെ മൃതദേഹങ്ങൾ നാട്ടിലെത്തിച്ചു. ഇത്തിത്താനം പായിപ്പാട് സ്വദേശികളുടെ സംസ്കാരം ഞായറാഴ്ച നടക്കും. പാമ്പാടി സ്വദേശി സ്റ്റെഫിൻ എബ്രഹാമിന്റെ സംസ്കാരം തിങ്കളാഴ്ച. തമിഴ്നാട് സ്വദേശികളുടെ മൃതദേഹം ഏറ്റുവാങ്ങി മന്ത്രി KS മസ്താൻ. 7 പേരുടെ മൃതദേഹം ജന്മനാട്ടിലേക്ക് കൊണ്ടുപോയി. കർണാടക സ്വദേശിയുടെ മൃതദേഹവും നാട്ടിലേക്ക്. വീണ ജോർജിന് പൊളിറ്റിക്കൽ ക്ലിയറൻസ് നൽകാത്തതിനെതിരെ മുഖ്യമന്ത്രി. കേരളത്തിന്റെ സംസ്കാരത്തെയാണ് കേന്ദ്ര സർക്കാർ നിഷേധിച്ചതെന്ന വിമർശനം. കുവൈറ്റ് കാര്യക്ഷമമായി പ്രവർത്തിച്ചെന്നും പ്രതികരണം. മുഖ്യമന്ത്രിയും സർക്കാരിനെയും പിന്തുണച്ച് VD സതീശൻ. വീണ ജോർജിന് പൊളിറ്റിക്കൽ ക്ലിയറൻസ് നൽകാത്ത കേന്ദ്ര നടപടി ദൗർഭാഗ്യകരം. കേന്ദ്ര സർക്കാർ തെറ്റായ സന്ദേശം നൽകുന്നുവെന്നും VD സതീശൻ. അനാവശ്യ വിവാദമെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. സംസ്ഥാന മന്ത്രിമാർ പോയി എന്തെങ്കിലും ചെയ്യേണ്ട സാഹചര്യം ഉണ്ടായിരുന്നില്ലെന്ന് K സുരേന്ദ്രൻ. വിദേശകാര്യ മന്ത്രാലയം കാര്യങ്ങൾ വേഗത്തിൽ പൂർത്തിയാക്കിയെന്നും K സുരേന്ദ്രൻ. അപകടത്തിൽ അതിയായ ദുഃഖമെന്ന് KJ എബ്രാഹിമിന്റെ മക്കളായ സിബി എബ്രാഹിമും ബെൻസൺ എബ്രാഹിമും. തൊഴിലാളികളുടെ കുടുംബങ്ങൾക്ക് 8 ലക്ഷം ധനസഹായം ഉടൻ നൽകും. കുടുംബങ്ങളുടെ സംരക്ഷണം ഏറ്റെടുക്കും. കമ്പനിയുടെ ഭാഗത്ത് വീഴ്ച സംഭവിച്ചിട്ടില്ലെന്നും പ്രതികരണം. കുവൈറ്റ് ദുരന്തത്തിൽ മരിച്ചവരുടെ കുടുംബാംഗങ്ങൾക്ക് കൂടുതൽ സഹായ വാഗ്ദാനം. 2 ലക്ഷം രൂപ വീതം നൽകുമെന്ന് അമേരിക്കൻ പ്രവാസി സംഘടനയായ ഫൊക്കാന. സഹായ പ്രഖ്യാപനം ലോക കേരള സഭയിൽ. കുവൈറ്റിലെ ലേബർ ക്യാമ്പിലുണ്ടായ തീപിടുത്തത്തിന് കാരണം ഷോർട്ട് സർക്യൂട്ട് എന്ന കുവൈറ്റ് ഫയർഫോഴ്സ് അന്വേഷണ റിപ്പോർട്ട്. ഗാർഡിന്റെ മുറിയിൽ നിന്നാണ് തീപിടുത്തമുണ്ടായതെന്നും റിപ്പോർട്ടിൽ. സംഭവത്തിൽ ഒരു കുവൈറ്റ് പൗരനെയും ഒരു വിദേശ പൗരനെയും റിമാൻഡ് ചെയ്തു. ചട്ടലംഘനങ്ങളുടെ പേരിലാണ് നടപടി. തിരുവനന്തപുരം തോട്ടുമുക്കിൽ 7 മാസം പ്രായമായ പെൺകുഞ്ഞിനെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമം. ആന്ധ്ര സ്വദേശികളായ 2 പേർ പോലീസിന്റെ പിടിയിലായിട്ടുണ്ട്. സിറ്റൌട്ടിന് സമീപം കളിച്ചിരുന്ന കുഞ്ഞിനെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചത് മുട്ടിലിഴഞ്ഞെത്തി. ലോക കേരള സഭയുടെ 4ാം സമ്മേളനത്തിന് തുടക്കമായി. അഭിമാനകരമായ കൂടിച്ചേരലാണിതെന്നും 3 സഭയിലും ഉയർന്ന നിർദ്ദേശങ്ങൾ നടപ്പിലാക്കാനായെന്നും മുഖ്യമന്ത്രി. കുവൈറ്റിൽ മരണപ്പെട്ട പ്രവാസികൾക്ക് അനുശോചനം രേഖപ്പെടുത്തിയാണ് 4ാം ലോക കേരള സഭയ്ക്ക് തുടക്കമായത്. എറണാകുളം കടയിരിപ്പിൽ വിദ്യാർത്ഥിനികൾക്ക് ദേഹാസ്വാസ്ഥ്യം. അരളിപ്പൂവ് കഴിച്ചതിനാലാണ് അസ്വസ്ഥതയെന്ന് സംശയം. അരളിപ്പൂവ് കഴിച്ചതായി ഡോക്ടർമാരോട് കുട്ടികൾ. വിദ്യാർത്ഥിനികൾ 24 മണിക്കൂർ നിരീക്ഷണത്തിൽ. പെൺസുഹൃത്തിന് സന്ദേശം അയച്ച വിരോധത്തിൽ യുവാവിനെ കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ 7 പേർ അറസ്റ്റിൽ. പിടിയിലായത് കാലടി സ്വദേശികൾ. കൊലപ്പെടുത്താൻ ശ്രമിച്ചത് അയ്യമ്പുഴ സ്വദേശിയായ യുവാവിനെ. വടിവാളും വടിയും കൊണ്ടായിരുന്നു കൊലപാതക ശ്രമം. രാഹുൽ ഗാന്ധി ഒഴിയുന്ന ലോക്സഭാ സീറ്റിൽ പ്രിയങ്ക ഗാന്ധി മത്സരിക്കും. വയനാടോ റായ്ബറേലിയോ എന്നതിൽ തീരുമാനം നാളെ. രാഹുൽ വയനാട് നിലനിർത്തണമെന്ന് പ്രവർത്തകർ. രാഹുൽ ഗാന്ധി റായ്ബറേലി നിലനിർത്തണമെന്ന് കോൺഗ്രസ് ദേശീയ നേതൃത്വം. യുക്രൈൻ യുദ്ധത്തിൽ സമാധാനപരമായ പരിഹാരത്തിന് പിന്തുണ തുടരുമെന്ന് ഉറപ്പു നൽകി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പ്രസ്താവന G7 ഉച്ചകോടിയിൽ പ്രസിഡന്റ് വ്ളോഡിമിർ സെലൻസ്കിയുമായുള്ള കൂടിക്കാഴ്ചയിൽ. സ്വിറ്റ്സർലൻഡിൽ നടക്കാനിരിക്കുന്ന സമാധാന ഉച്ചകോടിയെക്കുറിച്ചും ഇരുവരും അഭിപ്രായങ്ങൾ കൈമാറിയതായി വിദേശകാര്യ മന്ത്രാലയം.
BJPയുടെ മോശം പ്രകടനത്തിന് കാരണം അഹങ്കാരമാണെന്ന് വിമർശിച്ച് RSS നേതാവ് ഇന്ദ്രേഷ് കുമാർ. ഭഗവാനെ ആരാധിക്കുന്നവർ ക്രമേണ അഹങ്കാരികളായി മാറി. അതിനാൽ രാമൻ അവരെ 240 സീറ്റിൽ ഒതുക്കിയെന്നും ഇന്ദ്രേഷ് കുമാർ. വിമർശനം ജയ്പൂരിനടുത്തുള്ള കനോട്ടയിൽ നടന്ന പരിപാടിയിൽ സംസാരിക്കവേ. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ BJPയുടെ മോശം പ്രകടനത്തിന് കാരണം അഹങ്കാരമാണെന്ന ഇന്ദ്രേഷ് കുമാറിന്റെ പരാമർശത്തിൽ പ്രതികരിച്ച കേന്ദ്രമന്ത്രി ജിതിൻ റാം മാഞ്ചി. അദ്ദേഹം സന്തോഷിക്കട്ടെ, ജോലി ചെയ്യാനുള്ള കൽപ്പന ഭഗവാൻ രാമൻ ഞങ്ങൾക്ക് നൽകിയിട്ടുണ്ട്, അതിനാൽ ഞങ്ങൾ പ്രവർത്തിക്കുന്നു. ഇത് പറയുന്നവർ സ്വയം ചിന്തിക്കണമെന്നായിരുന്നു RSS നേതാവിന്റെ വിമർശനത്തിനോട് മാഞ്ചിയുടെ പ്രതികരണം. പ്രധാനമന്ത്രിക്കെതിരെ ആഞ്ഞടിച്ച് മല്ലികാർജുൻ ഖാർഗെ. രാജ്യത്തെ നല്ല രീതിയിൽ തുടരാൻ അനുവദിക്കാത്തയാളാണ് മോദി. പുതിയ സർക്കാർ അബദ്ധത്തിൽ രൂപീകരിച്ചതെന്നും പരിഹാസം. ന്യൂനപക്ഷ സർക്കാരാണിതെന്നും എപ്പോൾ വേണമെങ്കിലും തകരാമെന്നും ഖാർഗെ. നീറ്റ് പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികൾ ആശങ്കപ്പെടേണ്ടെന്ന് കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. വിദ്യാർത്ഥികളുടെ ഭാവി പ്രധാനം, അത് അവതാളത്തിലാക്കില്ലെന്നും മന്ത്രിയുടെ ഉറപ്പ്. വീണ്ടും പരീക്ഷ നടത്തണമെന്നും CBI അന്വേഷിക്കണമെന്നും വിദ്യാർത്ഥികൾ. രാജസ്ഥാനിലെ കോട്ടയിൽ NSU പ്രതിഷേധത്തിൽ സംഘർഷം. ഗുജറാത്തിലെ അമ്രേലിയിൽ പിഞ്ചു കുഞ്ഞ് കുഴൽക്കിണറിൽ വീണു. 1.5 വയസ്സുകാരി വീണത് 50 അടി താഴ്ചയിൽ. രക്ഷാപ്രവർത്തനം ഊർജിതമായി തുടരുന്നു. പ്രാർത്ഥനയോടെ ഉറ്റവർ. വിഴിഞ്ഞം SI തൂങ്ങി മരിച്ച നിലയിൽ. കുരുവിള ജോർജിന്റെ മൃതദേഹം കണ്ടെത്തിയത് കോട്ടയത്തെ വീട്ടിൽ. കുടുംബ പ്രശ്നമാണ് മരണത്തിന് കാരണമെന്ന നിഗമനം. കഴിഞ്ഞ ദിവസമാണ് മെഡിക്കൽ അവധിയെടുത്ത് കോട്ടയത്തെ വീട്ടിലെത്തിയത്. കാറിൽ സ്വിമ്മിംഗ് പൂൾ സജ്ജീകരിച്ച് യാത്ര നടത്തിയതിൽ യൂട്യൂബർ സഞ്ജു ടെക്കി മോട്ടോർ വാഹന വകുപ്പിന് വിശദീകരണം നൽകി. വാഹനങ്ങളിൽ രൂപമാറ്റം വരുത്തുന്നത് ഗതാഗത നിയമ ലംഘനമാണെന്ന് അറിയില്ലായിരുന്നു. ഇത് തന്റെ അറിവില്ലായ്മയെ കാണണമെന്നും കൂടുതൽ കടുത്ത നടപടികളിലേക്ക് കടക്കരുതെന്നും സഞ്ജു ടെക്കി. വിശദീകരണം പരിശോധിച്ച ശേഷം തുടർ നടപടി സ്വീകരിക്കുമെന്ന് എൻഫോഴ്സ്മെന്റ് RTO. വീട്ടുകാർക്കൊപ്പം പോകാൻ താൽപര്യമില്ലെന്ന് പന്തീരാങ്കാവ് കേസിലെ പെൺകുട്ടി. മൊഴി നൽകിയത് നോർത്ത് പറവൂർ ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ. യുവതിയുടെ തീരുമാനം അംഗീകരിച്ച് കോടതി. പെൺകുട്ടി തിരികെ ഡൽഹിക്ക് പോയി. പെൺകുട്ടിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തത് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ നിന്ന്. ട്രെയിനിൽ TTE-മാർക്ക് നേരെ വീണ്ടും ആക്രമണം. യുവാക്കൾ റെയിൽവേ പോലീസിന്റെ കസ്റ്റഡിയിൽ. TTE-മാരെ ആക്രമിച്ചത് ടിക്കറ്റില്ലാതെ യാത്ര ചെയ്ത കൊല്ലം സ്വദേശി അശ്വിൻ. ആക്രമണം നടന്നത് ബംഗളൂരു കന്യാകുമാരി ഐലൻഡ് എക്സ്പ്രസിൽ ഒറ്റപ്പാലത്ത് വെച്ച്. അശ്വിനൊപ്പമുള്ള ആഷിഖിന്റെ കയ്യിൽ നിന്ന് പോലീസ് കഞ്ചാവ് കണ്ടെടുത്തു. ആലപ്പുഴ ജില്ലയിൽ പക്ഷിപ്പനി നിലനിൽക്കുന്ന സാഹചര്യത്തിൽ കൂടുതൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി ജില്ലാ കളക്ടർ. പക്ഷിപ്പനി സംശയിക്കുന്നതും ജാഗ്രതാ നിർദ്ദേശം നിലനിൽക്കുന്നതുമായ മേഖലകളിൽ വളർത്തുന്ന വളർത്തുപക്ഷികളുടെ മുട്ട, ഇറച്ചി, കാഷ്ടം എന്നിവയുടെ വിൽപ്പനയും ഉപയോഗവും നിരോധിച്ചതായി കളക്ടർ. നിരോധനം ജൂൺ 22 വരെ. ഷോക്കേറ്റ് മത്സ്യത്തൊഴിലാളി മരിച്ചത് കോഴിക്കോട് സൗത്ത് ബീച്ച് ചാപ്പയിൽ സ്വദേശി അൻവർ സാദത്ത്. അൻവറിന് ഷോക്കേറ്റത് ഫ്രിഡ്ജ് വൃത്തിയാക്കുന്നതിനിടെ. ഷോക്കേറ്റ് ബോധരഹിതനായ അൻവറിനെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. CPIM നേതാക്കളും സൈബർ ഗ്രൂപ്പുകളും തമ്മിലുള്ള തർക്കം രൂക്ഷം. MV ജയരാജന്റെ പ്രസ്താവനയ്ക്ക് പിന്നാലെ കവർ ചിത്രം മാറ്റി പോരാളി ഷാജി ഫേസ്ബുക്ക് പേജ്. ചിത്രത്തിൽ ജയരാജനെയും ഉൾപ്പെടുത്തി ഗ്രൂപ്പുകളുടെ ആധികാരികത ചോദ്യം ചെയ്ത് CPIM. CPM-ഉം BJP-യും വിമർശനങ്ങളെ ഭയക്കുന്ന ഫാസിസ്റ്റ് സംഘടനകളാണെന്ന് KPCC അധ്യക്ഷൻ K. സുധാകരൻ. തിരഞ്ഞെടുപ്പ് പരാജയത്തിൽ പോരാളി ഷാജിയെ തള്ളിപ്പറഞ്ഞ് പിണറായിയെ സംരക്ഷിക്കാനാണ് CPM-ന്റെ തീരുമാനം. K. സുരേന്ദ്രനെ വിമർശിച്ചതിന് പിന്നാലെ ശ്രീജിത്ത് പണിക്കരെ BJP തള്ളിപ്പറഞ്ഞെന്നും സുധാകരൻ. ഇടതനുകൂല സോഷ്യൽ മീഡിയ പേജുകൾക്കെതിരെ അന്വേഷണം ആരംഭിച്ച പോലീസ്. അന്വേഷണം അമ്പാടിമുക്ക് സഹാക്കൾ
പോരാളി ഷാജി എന്നീ പേജുകളുടെ അഡ്മിൻ ആരെന്ന് വിഷയത്തിൽ സൈബർ സെല്ല് ഫേസ്ബുക്കിനോട് റിപ്പോർട്ട് തേടി. വടകര ലോക്സഭാ മണ്ഡലത്തിലെ CPM സ്ഥാനാർത്ഥിക്കെതിരെ കാഫിർ പ്രയോഗം നടത്തിയെന്ന കേസിൽ അറസ്റ്റിലായ ലീഗ് പ്രവർത്തകനെതിരെ തെളിവില്ലെന്ന് പോലീസ്. പോരാളി ഷാജി, അമ്പാടിമുക്ക് സഖാക്കൾ തുടങ്ങിയ ഫേസ്ബുക്ക് പ്രൊഫൈലുകളിലാണ് വ്യാജ സ്ക്രീൻഷോട്ട് ആദ്യം പ്രത്യക്ഷപ്പെട്ടതെന്നും പോലീസ് ഹൈക്കോടതിയിൽ. പോലീസിന്റെ വിശദീകരണം അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ട ഖാസിം നൽകിയ ഹർജിയിൽ. ജനതാദൾ എസ് കേരള ഘടകം പുതിയ പാർട്ടി രൂപീകരിക്കും. പാർട്ടി രൂപീകരണത്തിനുള്ള അനുബന്ധ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിനായി ജനതാദൾ എസ് സംസ്ഥാന നേതൃയോഗം ചൊവ്വാഴ്ച ചേരും. പാർട്ടി ഭരണഘടനയും പതാകയും ചിഹ്നവും അടക്കമുള്ള കാര്യങ്ങളും ഈ മാസം 18-ന് തിരുവനന്തപുരത്ത് ചേരുന്ന സംസ്ഥാന നേതൃയോഗത്തിൽ ചർച്ചയാകും. +1 വിദ്യാർത്ഥികൾക്ക് ഇഷ്ടപ്പെട്ട വിഷയം എടുക്കാൻ സാധിക്കുന്നില്ലെന്ന് KSU സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യസ് സേവ്യർ. അധിക സീറ്റുകളല്ല, ബാച്ചുകളാണ് വേണ്ടത്. +1 പ്രതിസന്ധിയിൽ പരിഹാരം ആവശ്യപ്പെട്ട് നാളെ കോഴിക്കോട് DDE ഓഫീസിന് മുമ്പിൽ ഉപവാസ സമരം നടത്തുമെന്നും അലോഷ്യസ് സേവ്യർ. പരിഹാരമുണ്ടായില്ലെങ്കിൽ സമരം തുടരുമെന്നും KSU. ബാർക്കോഴ വിവാദത്തിൽ കോൺഗ്രസ് നേതാവ് തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ മകൻ അർജുൻ രാധാകൃഷ്ണന്റെ മൊഴി രേഖപ്പെടുത്തി ക്രൈംബ്രാഞ്ച്. അന്വേഷണ സംഘം മൊഴിയെടുത്തത് അർജുന്റെ വീട്ടിലെത്തി. ഇടുക്കിയിലെ ബാർ ഉടമകളുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ അർജുൻ അംഗമായതിനാലാണ് മൊഴിയെടുത്തത് എന്ന് ക്രൈംബ്രാഞ്ച് വിശദീകരണം. 1.25 മണിക്കൂർ നീണ്ടുനിന്ന മൊഴിയെടുപ്പിൽ എല്ലാ ചോദ്യങ്ങൾക്കും മറുപടി നൽകിയെന്ന് അർജുൻ രാധാകൃഷ്ണൻ. ആലപ്പുഴ ചെങ്ങന്നൂരിൽ ഓടിക്കൊണ്ടിരുന്ന സ്കൂൾ ബസ്സിന് തീപിടിച്ചു. ബസ്സിൽ നിന്ന് കുട്ടികളെ വേഗം ഇറക്കിയതിനാൽ വൻ അപകടമാണ് ഒഴിവായത്. ബസ്സിലുണ്ടായിരുന്നത് 17 കുട്ടികൾ. തീപിടുത്തത്തിന് കാരണം ഷോർട്ട് സർക്യൂട്ട് എന്ന പ്രാഥമിക നിഗമനം. സ്കൂട്ടറിൽ വിൽപ്പനയ്ക്കായി കൊണ്ടുപോയ ഹെറോയിനുമായി ഇതര സംസ്ഥാനക്കാരൻ അറസ്റ്റിൽ. കുന്നത്തുനാട് എക്സൈസിന്റെ പിടിയിലായത് അസം സ്വദേശി മുഖ്തിൻ ഇസ്ലാം. പ്രതി പിടിയിലായത് പെരുമ്പാവൂർ ടൗണിൽ നടത്തിയ വാഹന പരിശോധനയ്ക്കിടെ 25 ബോക്സിൽ നിറച്ച ഹെറോയിനും വിൽപ്പന നടത്തി ലഭിച്ച 2000 രൂപയും പിടിച്ചെടുത്തു. മാലിന്യ സംസ്കരണത്തിനായുള്ള ടിപ്പർ ലോറികളുടെ കരാർ അട്ടിമറി ആക്ഷേപം കൊച്ചി കോർപ്പറേഷൻ കൗൺസിൽ യോഗത്തിൽ ഉന്നയിക്കാൻ പ്രതിപക്ഷം. കൗൺസിൽ അറിയാതെയാണ് ഇത് സംബന്ധിച്ച നീക്കങ്ങൾ നടക്കുന്നതെന്നും ആക്ഷേപം. വിഷയത്തിൽ വിജിലൻസ് പ്രാഥമിക പരിശോധന ആരംഭിച്ചിട്ടുണ്ട്. നിയമാനുസൃത ടെൻഡർ ആയിരുന്നെന്നും കോർപ്പറേഷന് അധിക ബാധ്യത ഒഴിവാക്കലാണ് ഉദ്ദേശമെന്നും മേയർ അഡ്വക്കേറ്റ് അനിൽകുമാർ. പെരുമ്പാവൂർ അർബൻ സഹകരണ ബാങ്കിനെതിരെ ആരോപണവുമായി ഇതര സംസ്ഥാന തൊഴിലാളികൾ. നിക്ഷേപത്തുക തിരികെ ലഭിച്ചില്ല, ചെക്കുകളും മടക്കി. ബാങ്കിനെതിരെ പോലീസിൽ പരാതി നൽകി തൊഴിലാളികൾ. ലോണുകളിലെ ബാധ്യത തീർക്കാനായി സമർപ്പിച്ചിരുന്ന ഫയലിൽ നടപടിയാകുന്ന മുറയ്ക്ക് ബാധ്യത തീർക്കുമെന്ന് പ്രതികരിച്ച് ബാങ്ക് പ്രസിഡന്റ്. റബ്ബർ വില പ്രസിദ്ധീകരിക്കുന്നതിൽ റബ്ബർ ബോർഡിന് വീഴ്ച. കൃത്യമായ വില നിർണ്ണയം നടത്താത്തത് പ്രതിസന്ധിയെന്ന് കർഷകർ. വില ഉയർന്നിട്ടും കർഷകർക്ക് അതിന്റെ ഗുണമില്ല. നീക്കം റബ്ബർ കമ്പനികളെ സഹായിക്കാനെന്ന് ആരോപണം. രൂപ കടന്ന് കുരുമുളക് വില. 3 ദിവസത്തിലുണ്ടായത് 45 രൂപയുടെ വർധനവ്. അന്താരാഷ്ട്ര വിപണിയിലും കുരുമുളക് വിലയിൽ കുതിപ്പ്. ഹജ്ജ് കർമ്മങ്ങൾക്ക് തുടക്കം. മിനാ താഴ്വാരത്തിലേക്ക് തീർത്ഥാടകർ പ്രവേശിച്ചു തുടങ്ങി. ആദ്യനാൾ തീർത്ഥാടകർ താമസിക്കുക മിനായിൽ. ഹൈടെക് സംവിധാനങ്ങളുള്ള മിന റെസിഡൻഷ്യൽ ടവറുകളും തീർത്ഥാടകർക്കായി തുറന്നുകൊടുത്തു. മാട്രിമണി സൈറ്റിൽ രജിസ്ട്രേഷൻ ചെയ്യിപ്പിച്ചിട്ടും വിവാഹം നടക്കാത്തതിനാൽ യുവാവിന് 28,000 രൂപ നഷ്ടപരിഹാരം നൽകാൻ ഉത്തരവ്. എറണാകുളം ജില്ലാ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷന്റെ ഉത്തരവ് കേരള മാട്രിമണിക്കെതിരെ നൽകിയ പരാതിയിൽ. പരസ്യങ്ങൾ നൽകി ഉപഭോക്താക്കളെ ആകർഷിച്ച ശേഷം ഉത്തരവാദിത്തത്തിൽ നിന്നും ഒഴിവാകുന്ന നടപടി അധാർമിക വ്യാപാര രീതിയെന്നും സേവനത്തിലെ ന്യൂനതയെന്നും കോടതി.
പോക്സോ കേസിൽ യെദ്യൂരപ്പയുടെ അറസ്റ്റ് തടഞ്ഞ് കർണാടക ഹൈക്കോടതി. ജൂൺ 17-ന് അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാകാനാണ് നിർദ്ദേശം. ജൂൺ 17-ന് തന്നെ അറസ്റ്റ് പാടില്ലെന്നും കോടതി. ഇന്ത്യൻ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് വിശാഖപട്ടണത്തെ നാവികസേനാ കേന്ദ്രം സന്ദർശിച്ചു. സുരക്ഷാ സേനാ മേധാവികളുമായും വ്യാഴാഴ്ച നടന്ന കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെയാണ് സന്ദർശനം. മന്ത്രിക്ക് INS ദഗയിൽ ഗാർഡ് ഓഫ് ഓണർ നൽകി. 100 ദിന ആക്ഷൻ പ്ലാനിനെ കുറിച്ച് ചർച്ച ചെയ്ത രാജ്നാഥ് സിംഗ്. BJP നേതാവ് തമിഴിസൈ സൗന്ദരരാജനുമായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ നടത്തിയത് സൗഹൃദ സംഭാഷണമെന്ന് BJP തമിഴ്നാട് സംസ്ഥാന അധ്യക്ഷൻ K. അണ്ണാമലൈ. ഇരുവരും തമ്മിലുള്ള സംഭാഷണത്തെ മാധ്യമങ്ങൾ വളച്ചൊടിച്ചു. സൗമ്യമായ സംഭാഷണമായിരുന്നെന്ന് തമിഴിസൈ വ്യക്തമാക്കിയിട്ടുണ്ടെന്നും K. അണ്ണാമലൈ. പശ്ചിമ ബംഗാൾ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിനുള്ള സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് തൃണമൂൽ കോൺഗ്രസ്. പ്രഖ്യാപിച്ചത് 4 സീറ്റുകളിലേക്കുള്ള സ്ഥാനാർത്ഥികളെ. വോട്ടെടുപ്പ് ജൂൺ 10-ന്. വോട്ടെണ്ണൽ ജൂലൈ 13-ന്. നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതി ജൂൺ 21. പ്രശസ്ത എഴുത്തുകാരി അരുന്ധതി റോയിയെ പ്രോസിക്യൂട്ട് ചെയ്യാൻ അനുമതി. 2010-ൽ UAPA ചുമത്തിയ കേസിൽ പ്രോസിക്യൂട്ട് ചെയ്യാൻ അനുമതി നൽകി ദില്ലി ലഫ്റ്റനന്റ് ഗവർണർ വിനയ് കുമാർ സക്സേന. 2010-ൽ രാഷ്ട്രീയ തടവുകാരെ മോചിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് നടത്തിയ പരിപാടിയിൽ അരുന്ധതി പ്രകോപനപരമായ പ്രസംഗം നടത്തിയെന്നാണ് കേസ്. പ്രകോപനപരമായ പ്രസംഗം നടത്തിയതിന് കാശ്മീരുമായി ബന്ധപ്പെട്ടെന്ന് പോലീസിന്റെ FIR. നടൻ ദർശൻ ഉൾപ്പെട്ട കൊലപാതക കേസിൽ ആഘാതവും രക്തസ്രാവവും മരണകാരണമെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. നടൻ ദർശൻ തൂഗുദീപ അറസ്റ്റിലായത് നടി പവിത്ര ഗൌഡയ്ക്ക് അശ്ലീല സന്ദേശം അയച്ച രേണുകാസ്വാമിയെ കൊലപ്പെടുത്തിയ കേസിൽ. രേണുകാസ്വാമിയുടെ പോസ്റ്റ്മോർട്ടത്തിൽ കണ്ടെത്തിയത് 15 മുറിവുകൾ. അസാമിലെ ഗോൾപാറയിൽ ഭൂചലനം. വൈകിട്ട് 4 മണിയോടെയായിരുന്നു ഭൂചലനം. റിക്ടർ സ്കെയിലിൽ 3 തീവ്രത രേഖപ്പെടുത്തി. ഭൂചലനമുണ്ടായത് 5 കിലോമീറ്റർ ചുറ്റളവിൽ. ഹിമാചൽ പ്രദേശിലെ കുളുവിൽ. വടക്കൻ സിക്കിമിൽ കനത്ത മഴയിലും മണ്ണിടിച്ചിലിലും 6 മരണം. പാലവും റോഡുകളും തകർന്നു. 1500-ലധികം വിനോദസഞ്ചാരികൾ ഒറ്റപ്പെട്ടെന്നും റിപ്പോർട്ട്. ദുരിതബാധിതർക്കായി ദുരിതാശ്വാസ ക്യാമ്പ് തുറന്നു. മേഖലയിൽ രക്ഷാപ്രവർത്തനം തുടരുകയാണ്. ജമ്മു കാശ്മീരിൽ ഭീകരർക്കായി തിരച്ചിൽ ഊർജിതമാക്കി സുരക്ഷാസേന. തിരച്ചിൽ ഹീരാനഗർ സെക്ടറിലെ കഥുവയിലെ സൈദ സുഖാൽ ഗ്രാമത്തിന്റെ 2 ഭീകരർ കൂടി ഉണ്ടെന്ന വിവരം ലഭിച്ചതിനെ തുടർന്ന് ഉന്നത സൈനിക ഉദ്യോഗസ്ഥനുമായി കൂടിക്കാഴ്ച നടത്തി DGP RR സ്വൈൻ. അഗ്നിപഥ് പദ്ധതിയുടെ സേവന വ്യവസ്ഥകളിൽ മാറ്റം. കര, നാവിക, വ്യോമസേനകൾ നൽകിയ ശുപാർശകളുടെ അടിസ്ഥാനത്തിലാണ് മാറ്റം. അഗ്നിവീറിലെ 60 മുതൽ 70% വരെയുള്ള സേനാംഗങ്ങൾക്ക് സ്ഥിര നിയമനം നൽകാനാണ് ആലോചന. ഇന്ത്യൻ സൈനിക വ്യോമാക്രമണങ്ങൾക്ക് കരുത്താകാൻ തദ്ദേശീയമായി വികസിപ്പിച്ച ചാവേർ ഡ്രോണുകളും. ഇക്കോണമിക് എക്സ്പ്ലോസീവ് ലിമിറ്റഡ് വികസിപ്പിച്ചെടുത്ത നാഗാസ്ത്ര 1 ഡ്രോണുകളുടെ ആദ്യ ബാച്ച് സൈന്യത്തിന് കൈമാറി. പാരച്യൂട്ട് റിക്കവറി ഫീച്ചറും ഡ്രോണുകൾക്കുണ്ട്. കൊൽക്കത്തയിൽ അക്രോപോളിസ് മാളിൽ വൻ തീപിടുത്തം. മാളിന്റെ 3-ാം നിലയിലാണ് തീപിടുത്തം. ആളപായമില്ല. തീ നിയന്ത്രണ വിധേയമായെന്ന് ഫയർഫോഴ്സ്. തീപിടുത്തത്തിൽ കാരണം വ്യക്തമല്ല. വണ്ടികൾക്ക് തേർഡ് പാർട്ടി ഇൻഷുറൻസ് പോളിസി നിർബന്ധമാക്കി കേന്ദ്ര റോഡ് ഗതാഗത മന്ത്രാലയം. മോട്ടോർ വാഹന ആക്ടിലെ 1988-ലെ സെക്ഷൻ 146 പ്രകാരമാണ് നിയമം കർശനമാക്കിയിരിക്കുന്നത്. നിയമലംഘനം കണ്ടെത്തിയാൽ 4000 രൂപ പിഴയോ 3 മാസം തടവ് ശിക്ഷയോ ലഭിക്കും. പാട്ടുകളുടെ പകർപ്പവകാശം ഇളയരാജയുടെ കൈവശമില്ലെന്ന എക്കോ റെക്കോർഡിംഗ് സ്റ്റുഡിയോ.
പ്രതിഫലം വാങ്ങിയതിനു ശേഷവും പാട്ടുകളുടെ മേൽ കമ്പോസർക്ക് അവകാശമില്ല. പകർപ്പവകാശങ്ങൾ നിലനിൽക്കുന്നതിനുള്ള പ്രത്യേക കരാർ കൈവശമില്ലെങ്കിൽ പാട്ടിന്റെ അവകാശം സ്ഥാപിക്കാൻ കഴിയില്ലെന്നും എക്കോ റെക്കോർഡിംഗ് സ്റ്റുഡിയോ. പശ്ചിമ ബംഗാളിലെ സുന്ദർബൻ ഗോസഭ നിവാസികൾക്കിടയിൽ മാനസിക അനാരോഗ്യം വർദ്ധിക്കുന്നതായി റിപ്പോർട്ട്. വിഷാദവും ഉത്കണ്ഠയും തദ്ദേശീയർക്കിടയിൽ അസാധാരണമെന്നും ചിത്തഭ്രമം വർദ്ധിക്കുന്നെന്നും വിദഗ്ധർ. നിരന്തരമായ പ്രകൃതി ദുരന്തങ്ങളും നിർബന്ധിത കുടിയേറ്റങ്ങളും വിട്ടുമാറാത്ത പോഷകാഹാരക്കുറവും ഇതിലേക്ക് നയിക്കുന്നെന്നും റിപ്പോർട്ട്. മഴദൈവം കനിയാൻ പ്രത്യേക പ്രാർത്ഥന നടത്തി ഉത്തർപ്രദേശ് കാൺപൂരിലെ ജനം. കൃഷി ഉപകരണങ്ങളായ കലപ്പയും മറ്റ് ജലധാര കൊണ്ടും പൊട്ടുതൊടിയിച്ചുമായിരുന്നു പ്രാർത്ഥന. താപനില 46 ഡിഗ്രി സെൽഷ്യസും കടന്ന കാൺപൂരിൽ 100-ലധികം പേർ ചൂടിനെ തുടർന്ന് മരിച്ചതായാണ് അനൌദ്യോഗിക റിപ്പോർട്ടുകൾ. 27 ജില്ലകളിൽ റെഡ് അലർട്ടും ലക്നൌ ഉൾപ്പെടെ 24 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും പ്രഖ്യാപിച്ച സംസ്ഥാനം. ചട്നിയിൽ മുടി കണ്ടെത്തിയെന്ന കുറിപ്പിനൊപ്പം ഭക്ഷണത്തിന്റെ ബില്ലും പങ്കുവച്ചു. റെസ്റ്റോറന്റിന് 5000 രൂപ പിഴ ചുമത്തി ഭക്ഷ്യസുരക്ഷാ വകുപ്പ്. പുതിയ ഭക്ഷണം തന്ന റെസ്റ്റോറന്റുകാർ പ്രശ്നം പരിഹരിച്ചെങ്കിലും ബില്ലും ഭക്ഷണത്തിന്റെ അളവും തമ്മിലുണ്ടായ അപാകതയിലാണ് പിഴ ഈടാക്കിയതെന്ന് ഭക്ഷ്യസുരക്ഷാ വകുപ്പ്. പിഴ വിധിച്ചത് തെലങ്കാനയിലെ ജനപ്രിയ റെസ്റ്റോറന്റായ ചട്നീസിന്. ആം ആദ്മി MP സ്വാതി മലിവാളിനെ ആക്രമിച്ച കേസിൽ വിഭവ് കുമാറിന്റെ ജാമ്യാപേക്ഷയിൽ പോലീസിന് കോടതി നോട്ടീസ് അയച്ചു. ജസ്റ്റിസ് അമിത് ശർമ്മയുടെ ബെഞ്ച് വാദം കേൾക്കും. ഹർജിയിൽ വിശദമായ വാദം കേൾക്കുക ജൂലൈ 1-ന്. കേസിൽ വിഭവിന്റെ 2 ജാമ്യാപേക്ഷകൾ വിചാരണ കോടതി നേരത്തെ തള്ളിയിരുന്നു. UK-യിൽ നിന്നുള്ള പാട്രിസ് ബെഞ്ചമിന്റെ ഇഷ്ടഭക്ഷണം മണലും സിമന്റും. ഇവർക്ക് പൈക എന്ന അനാരോഗ്യ ഭക്ഷണശീലമെന്ന വിദഗ്ധർ. യുവതിയുടെ വിചിത്ര ശീലം കണ്ട് ഞെട്ടി ഭർത്താവ്. ഈ ശീലം 18 വയസ്സ് മുതലുണ്ടെന്ന് വെളിപ്പെടുത്തി 39-കാരി ആരോഗ്യത്തെ മോശമായി ബാധിക്കുന്ന വസ്തുക്കൾ തിന്നുന്ന അവസ്ഥയാണ് പൈക. കാനഡയിലെ വടക്കൻ ഒന്റാരിയോയിൽ കാർ തകർത്ത് അകത്ത് കയറി കരടി. കാറിന്റെ ഡോർ തകർത്ത് അകത്ത് കയറിയത് 4 വയസ്സ് പ്രായമുള്ള കരടി. കാറിനുള്ളിലെ സീറ്റ് അടക്കമുള്ളവ നശിപ്പിച്ച കരടിയെ കൊണ്ടുപോയത് പോലീസും വനം വകുപ്പും ചേർന്ന്. പ്രദേശത്ത് പതിവായി നാശനഷ്ടമുണ്ടാക്കുന്ന കരടിയെ നാട് കടത്തിയതാണെന്നും കരടി തിരിച്ചെത്തിയതാണ് കാർ തകർത്തതെന്നും അധികൃതർ. രാജ്യത്തെ 10 ലക്ഷത്തോളം ഇന്ത്യൻ കാക്കകളെ കൊന്നൊടുക്കാൻ തീരുമാനിച്ച കെനിയൻ സർക്കാർ. ഇന്ത്യൻ കാക്കകൾ കടന്നുകയറ്റക്കാരെന്നും അവ തങ്ങളുടെ കെനിയയിലെ തനത് ജന്തുജാലങ്ങൾക്ക് അതിജീവന പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുവെന്നും കെനിയ. തീരുമാനം നടപ്പാക്കുക ഈ വർഷം അവസാനത്തോടെ. 20 വർഷം മുമ്പും വലിയ തോതിൽ ഇന്ത്യൻ കാക്കകളെ കൊന്നൊടുക്കിയിരുന്നു. മെക്സിക്കോയിലെ റിസോർട്ടിൽ ജക്കൂസിയിൽ നിന്ന് ഷോക്കേറ്റ് വിനോദസഞ്ചാരിയായ 43-കാരന് ദാരുണാന്ത്യം. മരിച്ചത് ജോർജ് N എന്ന അമേരിക്കൻ പൗരൻ. ജക്കൂസിയിൽ നിന്ന് ഷോക്കേറ്റത് എങ്ങനെ എന്ന കാര്യത്തിൽ ഇനിയും വ്യക്തത വന്നിട്ടില്ല. അന്വേഷണം പുരോഗമിക്കുന്നു. സിനിമ റിവ്യൂ പരാമർശത്തിൽ കുടുങ്ങി തമിഴ് താരം MS ഭാസ്കർ. വിവാദമായത് പ്രേക്ഷകർ നൽകുന്ന 120 രൂപ വെച്ച് സിനിമാക്കാർ കൊട്ടാരമൊന്നും പണിയാൻ പോകുന്നില്ലെന്ന പരാമർശം. നല്ല അഭിപ്രായങ്ങൾ മാത്രം പങ്കുവെക്കണമെന്നും നെഗറ്റീവ് റിവ്യൂ പറഞ്ഞ് സിനിമ കാണുന്നതിൽ നിന്ന് മറ്റുള്ളവരെ തടയരുതെന്നും താരം. തലവൻ സിനിമയ്ക്ക് പ്രശംസയുമായി ഉലകനായകൻ കമൽഹാസൻ. സിനിമയ്ക്ക് അഭിനന്ദനം അറിയിച്ചത് തലവൻ ടീമിനെ രാജ് കമൽ ഫിലിംസിന്റെ ചെന്നൈ ഓഫീസിലേക്ക് വിളിച്ചു വരുത്തി. അമീർ ഖാന്റെ മകൻ ജുനൈദ് ഖാൻ ചിത്രം മഹാരാജിന്റെ റിലീസ് വിലക്കി ഗുജറാത്ത് ഹൈക്കോടതി. വിലക്ക് മതവികാരം വ്രണപ്പെടുത്തുമെന്ന ഹിന്ദു സംഘടനകളുടെ പരാതിയിൽ
നിർമ്മാതാക്കളായ യശ് രാജ് ഫിലിംസിനും നെറ്റ്ഫ്ലിക്സിനും നോട്ടീസ് അയച്ച ഡിവിഷൻ ബെഞ്ച്. വിലക്ക് ജൂൺ 14 ചിത്രം നെറ്റ്ഫ്ലിക്സിൽ റിലീസ് ചെയ്യാനിരിക്കെ. വീണ്ടും വൈറലായ ഡീപ് ഫേക്ക് വീഡിയോ. വൈറലായത് ആലിയ ഭട്ടിന്റെ ഗെറ്റ് റെഡി വിത്ത് മീ വീഡിയോയാണ്. സമീക്ഷ EVTR എന്ന അക്കൗണ്ടിൽ നിന്നാണ് ആലിയയുടെ പുതിയ ഡീപ് ഫേക്ക് വീഡിയോ പോസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഇതിനകം 1.7 കോടി ആളുകളാണ് വീഡിയോ കണ്ടത്. ഇന്ത്യ പാക് 2020-ൽ ഇന്ത്യ ജയിക്കുമെന്ന് പന്തയം വെച്ച ഗ്രാമി അവാർഡ് ജേതാവും കനേഡിയൻ റാപ്പറുമായ ഡ്രേക്ക് നേടിയത് 7.58 കോടി. ഇന്ത്യയുടെ വിജയത്തിനായി 5 കോടി രൂപ വാതുവെച്ചതായി നേരത്തെ ഡ്രേക്ക് ഇൻസ്റ്റഗ്രാമിലൂടെ അറിയിച്ചിരുന്നു. മാഷിബിൾ ഇന്ത്യ റിപ്പോർട്ട് പ്രകാരം പന്തയത്തിൽ 2.16 കോടിയാണ് താരത്തിന്റെ ലാഭം. സ്റ്റീവൻ സ്പിൽബർഗിന്റെ അടുത്ത ചിത്രത്തിൽ നായികയാവാൻ ഓപ്പൺഹൈമർ താരം എമിലി ബ്ലണ്ട. ഔദ്യോഗിക സ്ഥിരീകരണങ്ങളില്ലെങ്കിലും യൂണിവേഴ്സൽ സ്റ്റുഡിയോസുമായും സ്പിൽബർഗിന്റെ ആംപ്ലിൻ എന്റർടൈൻമെന്റുമായും താരം ചർച്ച നടത്തുന്നതായി റിപ്പോർട്ട്. ചിത്രം ഒരു യഥാർത്ഥ സംഭവത്തെ ആസ്പദമാക്കിയാകുമെന്നും സൂചന. വാട്സ്ആപ്പ് വീഡിയോ കോളിംഗ് ഫീച്ചറിൽ പുതിയ അപ്ഡേറ്റുകൾ അവതരിപ്പിച്ച കമ്പനി ഡെസ്ക്ടോപ്പ് ആപ്പിൽ വാട്സ്ആപ്പ് വീഡിയോ കോളിൽ ഇനി ഒരേ സമയം കൂടുതൽ പേർക്ക് പങ്കെടുക്കാം. 18 പേരെ അനുവദിച്ചിരുന്നത് 32 വർദ്ധിപ്പിച്ചു. ശബ്ദത്തോടു കൂടി സ്ക്രീൻ ഷെയർ ചെയ്യാനുള്ള സൗകര്യവും അപ്ഡേറ്റിൽ. ഹരിയാനയിലെ 162 മദ്യശാലകൾ ലേലം ചെയ്ത് സർക്കാർ നേടിയത് ഏകദേശം 1756 കോടി രൂപ. ഗുരുഗ്രാമിലെ 342 മദ്യശാലകളാണ് സർക്കാർ ലേലം ചെയ്തത്. എക്സൈസ് വകുപ്പിന്റെ മേൽനോട്ടത്തിൽ തന്നെയാണ് ഈ ടെൻഡർ വഴി ലേലം നടന്നത്. ഇൻസ്റ്റഗ്രാം, മെസ്സഞ്ചർ എന്നിവയ്ക്ക് പിന്നാലെ വാട്സ്ആപ്പ് കോളിലെ ക്വാളിറ്റി വർദ്ധിപ്പിക്കാനുള്ള മെറ്റ ലോ ബിറ്റ് റേറ്റ് കോഡേക്കുമായി മെറ്റ മുമ്പ് ഉപയോഗിച്ചിരുന്ന ഓപ്സ് ഓഡിയോ ഫോർമാറ്റിനേക്കാൾ 2 ഇരട്ടി വ്യക്തതയുള്ള ശബ്ദം ലഭിക്കുമെന്നാണ് കമ്പനിയുടെ വാദം. ATM ഫീസ് വർദ്ധിപ്പിക്കുന്നു. മറ്റുള്ള ബാങ്കുകളുടെ ATMകളിൽ നിന്നും പണമെടുക്കാനാണ് കൂടുതൽ ചാർജ്. ഓരോ ഇടപാടിനും ഇന്റർചേഞ്ച് ഫീസ് പരമാവധി 23 രൂപയായി ഉയർത്തും. ഫീസ് വർധന ഇന്റർചേഞ്ച് ചാർജ് വർദ്ധിപ്പിക്കണമെന്ന ATM ഓപ്പറേറ്റർമാരുടെ ആവശ്യത്തെ തുടർന്ന്. ഇന്ത്യക്കാർ വിനോദസഞ്ചാരത്തിനായി ഏറ്റവും കൂടുതൽ തിരഞ്ഞെടുത്ത രാജ്യം തായ്ലൻഡ് എന്ന കണക്കുകൾ. 80% ഇന്ത്യക്കാരും വിനോദസഞ്ചാരത്തിനായി തായ്ലൻഡ് തിരഞ്ഞെടുക്കുന്നു എന്ന കണക്കുകൾ പുറത്തുവിട്ടത് Airbnb റിപ്പോർട്ടുകൾക്ക് പിന്നാലെ ഇന്ത്യക്കാർക്കുള്ള വിസ രഹിത പ്രവേശനം നവംബർ വരെ നീട്ടി തായ്ലൻഡ് സർക്കാർ. ടാറ്റയുടെ CNG കാറുകളുടെ വിൽപ്പനയിൽ 120% വളർച്ച. 2023 സാമ്പത്തിക വർഷത്തിലെ 41,000 യൂണിറ്റിൽ നിന്നും 2024 സാമ്പത്തിക വർഷം വിറ്റുപോയത് 91,000 യൂണിറ്റ് വണ്ടികൾ. 74,000 യൂണിറ്റ് EV കാറുകൾ മാത്രമാണ് ഇതേ കാലയളവിൽ ടാറ്റയ്ക്ക് വിൽക്കാനായത്. അൻപത് അമൃത് ഭാരത് ട്രെയിനുകൾ ഈ വർഷം തന്നെ ട്രാക്കിലിറങ്ങുമെന്ന് റെയിൽവേ. മണിക്കൂറിൽ 250 കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിക്കുന്ന അമൃത് ഭാരത് ട്രെയിനുകൾക്ക് 1000 കിലോമീറ്ററിന് 450 രൂപ മാത്രമാണ് നിരക്ക്. 50 കിലോമീറ്ററിന് 35 രൂപയായിരിക്കും ടിക്കറ്റ് നിരക്ക്.
ഫോൺ കോളിൽ വിപ്ലവകരമായ മാറ്റവുമായി നോക്കിയ. കമ്പനി വികസിപ്പിച്ചത് ഫോൺ സംഭാഷണങ്ങൾ കൂടുതൽ റിയലിസ്റ്റിക് ആക്കുന്ന ഇമേഴ്സീവ് ഓഡിയോ ആൻഡ് വീഡിയോ ടെക്നോളജി. 3D സാങ്കേതിക വിദ്യയിലൂടെ സംഭാഷണത്തിൽ ഏർപ്പെടുന്നവർ തമ്മിൽ തൊട്ടടുത്ത് നിൽക്കുന്ന അനുഭവം ഉണ്ടാകുമെന്നും അവകാശം. ഓഹരി വിപണിയിൽ മൈക്രോസോഫ്റ്റിനെ പിന്തള്ളി വീണ്ടും ആപ്പിളിന്റെ കുതിപ്പ്. ആപ്പിളിന്റെ വിപണി മൂല്യം 2% ഉയർന്ന് $3.25 ട്രില്യൺ ഡോളറിലെത്തി. മൈക്രോസോഫ്റ്റിന്റെ വിപണി മൂല്യം $3.24 ലക്ഷം കോടി ഡോളറാണ്. വിപണി മൂല്യം ഉയരാൻ കാരണമായത് സോഫ്റ്റ്വെയർ പുതുക്കലും AI സാങ്കേതിക വിദ്യയിലെ മാറ്റവും. അമിതമായ അളവിൽ എരിവ് കണ്ടെത്തിയതിനെ തുടർന്ന് കൊറിയൻ കമ്പനിയായ സാംയാങ്ങിന്റെ നൂഡിൽസിന് വിലക്ക് ഏർപ്പെടുത്തി ഡെൻമാർക്ക്. ബുൾഡാക് 3x സ്പൈസി ആൻഡ് ഹോട്ട് ചിക്കൻ, 2x സ്പൈസി ആൻഡ് ഹോട്ട് ചിക്കൻ, ഹോട്ട് ചിക്കൻ സ്റ്റൂ എന്നിങ്ങനെ 3 ഫ്ലേവറുകളിലെ നൂഡിൽസിനാണ് വിലക്ക്. ഉൽപ്പന്നത്തിന്റെ നിലവാരത്തിലുള്ള പ്രശ്നമല്ല നടപടിക്ക് കാരണമായിരിക്കുന്നതെന്ന് വിശദമാക്കി സാംയാങ്. ജൂൺ 15 ആരംഭിക്കാനൊരുങ്ങി ഇത്തിഹാദ് എയർവേസിന്റെ തിരുവനന്തപുരം അബുദാബി സർവീസ്. തുടക്കത്തിൽ സർവീസ് ആഴ്ചയിൽ 5 ദിവസം. നിലവിലുള്ള സർവീസിന്റെ സമയത്തിൽ 15 മുതൽ മാറ്റമുണ്ട്. പുതിയ സർവീസ് ആരംഭിക്കുന്നതോടെ യൂറോപ്പ് ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലേക്ക് കൂടുതൽ കണക്ടിവിറ്റി ലഭ്യമാകും. T20 ലോകകപ്പിൽ നാളെ ഇന്ത്യ കാനഡയെ നേരിടും. സെൻട്രൽ ബ്രോവാർഡ് പാർക്ക് സ്റ്റേഡിയത്തിൽ രാത്രി 8 മണിക്കാണ് മത്സരം. 3 മത്സരങ്ങളിൽ 3 വിജയിച്ച ഇന്ത്യ പ്ലേ ഓഫ് ഉറപ്പിച്ചു. 3 മത്സരങ്ങളിൽ നിന്ന് 2 പോയിന്റുകളുമായി 4ാം സ്ഥാനത്താണ് കാനഡ. T20 ലോകകപ്പിൽ ഒമാനെതിരെ ഇംഗ്ലണ്ടിന് മിന്നും വിജയം. ഇംഗ്ലണ്ടിന്റെ ജയം 8 വിക്കറ്റിന്. 4 വിക്കറ്റ് വീഴ്ത്തിയ ആദിൽ റഷീദാണ് കളിയിലെ താരം. ആദ്യം ബാറ്റ് ചെയ്ത ഒമാൻ 47 റൺസിന് പുറത്തായി. 3 ഓവറിൽ ഇംഗ്ലണ്ട് വിജയലക്ഷ്യം മറികടന്നു. യുവതാരം ഗർനാച്ചോയിൽ അർജന്റീനയ്ക്ക് വലിയ പ്രതീക്ഷകളുണ്ടെന്ന് പരിശീലകൻ സ്കലോനി. 19-കാരനായ താരം കോപ്പ അമേരിക്ക സ്ക്വാഡിൽ ഇടം നേടിയിട്ടുണ്ട്. ഗർനാച്ചോയെ ഒരു സ്റ്റാർട്ടിംഗ് താരമായല്ല, ഇപ്പോൾ ഒരു സബ്ബായാണ് പരീക്ഷിക്കാൻ താൻ ആഗ്രഹിക്കുന്നത് എന്നും സ്കലോനി പറഞ്ഞു. T20 ലോകകപ്പിൽ ഹാട്രിക് വിജയത്തോടെ അഫ്ഗാനിസ്ഥാൻ സൂപ്പർ 8-ൽ. മത്സരത്തിൽ പപ്പുവ ന്യൂഗിനിയക്കെതിരെ നേടിയത് 7 വിക്കറ്റ് ജയം. 3 വിക്കറ്റ് വീഴ്ത്തിയ ഫസൽ ഹഗ് ഫാറൂഖ് കളിയിലെ താരം. ആദ്യം ബാറ്റ് ചെയ്ത പപ്പുവ ന്യൂഗിനിയ 95 റൺസിന് പുറത്തായി. T20 ലോകകപ്പിൽ നെറ്റ് റൺ റേറ്റിൽ കൃത്രിമത്വം നടത്തിയെന്ന ആരോപണം തള്ളി ഓസ്ട്രേലിയൻ താരം പാറ്റ് കമ്മിൻസ്. ഓരോ തവണ കളത്തിലിറങ്ങുമ്പോഴും മികച്ച പ്രകടനം പുറത്തെടുക്കണമെന്നാണ് ആഗ്രഹിക്കേണ്ടത്. മറ്റേതൊരു സമീപനവും തെറ്റാണ്. നെറ്റ് റൺ റേറ്റിനെ കുറിച്ച് ഓസ്ട്രേലിയൻ ടീം ചിന്തിക്കുന്നില്ലെന്നും കമ്മിൻസ് പ്രതികരിച്ചു. ബംഗ്ലാദേശ് ക്രിക്കറ്റ് ടീമിൽ തന്റെ സ്ഥാനം ചോദ്യം ചെയ്ത ഇന്ത്യൻ മുൻ താരം വീരേന്ദർ സെവാഗിന് മറുപടിയുമായി ഷക്കീബ് അൽ ഹസൻ. ഇന്ത്യൻ മുൻ താരത്തിന്റെ വിമർശനങ്ങൾക്ക് സെവാഗ് ആരെന്ന് ചോദിച്ചായിരുന്നു ഷക്കീബ് മറുപടി നൽകിയത്. വിമർശനങ്ങൾക്ക് മറുപടി പറയുകയല്ല ഒരു താരത്തിന്റെ ഉത്തരവാദിത്തം, ടീമിന് വേണ്ടി സംഭാവനകൾ നൽകുകയാണ് ചെയ്യേണ്ടത് എന്നും ഷക്കീബ്.
2020 ലോകകപ്പിൽ സൂപ്പർ 8 പോരാട്ടങ്ങൾക്ക് മുൻപ് ഇന്ത്യയുടെ 2 താരങ്ങൾ നാട്ടിലേക്ക് മടങ്ങാനൊരുങ്ങുന്നുവെന്ന് റിപ്പോർട്ട്. ഇന്ത്യയുടെ റിസർവ് താരങ്ങളായ ശുഭ്മാൻ ഗില്ലും ആവേശ് ഖാനുമാണ് മടങ്ങുന്നത്. കാനഡയ്ക്കെതിരായ ഇന്ത്യയുടെ അവസാന ഗ്രൂപ്പ് മത്സരം പൂർത്തിയായാൽ ഇരുവരും നാട്ടിലേക്ക് മടങ്ങും. പാരീസ് ഒളിമ്പിക്സ് 2024 പുരുഷ ഡബിൾസിൽ ഇന്ത്യക്ക് വേണ്ടി രോഹൻ ബൊപ്പണ്ണയും എൻ ശ്രീറാം ബാലാജിയും ജോഡിയാകുമെന്ന് പ്രഖ്യാപിച്ച ഓൾ ഇന്ത്യ ടെന്നീസ് അസോസിയേഷൻ. ലോക റാങ്കിങ്ങിൽ 4-ാം സ്ഥാനത്താണ് ബൊപ്പണ്ണ. നിലവിൽ ലോക റാങ്കിങ്ങിൽ 67-ാം സ്ഥാനത്തുള്ള താരമാണ് ശ്രീറാം ബാലാജി.